മറുപക്ഷത്തിലേക്ക് സ്വാഗതം. രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ ഭരണപരമായ ക്രമീകരണങ്ങളും ഏകോപനവും സാധ്യമാകുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറൽ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് മേലുള്ള അധികാരം പോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾക്കും തത്തുല്യമായ ഇടം നൽകുന്ന നിലയിലാണ് ജനാധിപത്യ ഇന്ത്യ അതിൻ്റെ ഭരണ വ്യവഹാരങ്ങളെ നിർണയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരം വിശാലമായ കാഴ്ചപ്പാടുകളെ കാറ്റിൽ പറത്തി കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തങ്ങളുടെ കൈവശമുള്ള അധികാരത്തെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിനും അവരുടെ സംഘടിത ശക്തിയെ ദുർബലപ്പെടുത്തുന്നതിനും സംഘപരിവാർ പാളയത്തിൽ രൂപം കൊണ്ട ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കുന്നതിനുമുള്ള ഉപകരണമാക്കി മാറ്റിയിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സത്തയ്ക്ക് നിരക്കാത്ത രാഷ്ട്രീയ അട്ടിമറികളിലൂടെയും കുതിരക്കച്ചവടത്തിലൂടെയും രാഷ്ട്രീയ പാർട്ടികളിൽ പിളർപ്പ് സൃഷ്ടിക്കുന്നതിൻ്റെ വാർത്തകൾ ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കും. തങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങാത്തവരെ വരുതിയിലാക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ED, NIA പോലുള്ള ഏജൻസികളെ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നു. വേണ്ടത്ര ചർച്ചകളോ കൂടിയാലോചനകളോ ഇല്ലാതെ ഏകപക്ഷീയമായ നിയമനിർമ്മാണങ്ങളുടെ വേദിയായി പാർലമെന്റിനെ പോലും പരിവർത്തിപ്പിച്ചിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്രത്തോട് ഒന്നുകിൽ പരിപൂർണമായും വിധേയപ്പെടാം, അതേസമയം വിയോജിക്കാനും വിമർശിക്കാനുമുള്ള സാധ്യതകളും അവശേഷിക്കുന്നു. തുടർച്ചയായ 10 വർഷത്തെ ഇടതു ഭരണത്തെ പരാജയപ്പെടുത്തി കേരളത്തിൽ അധികാരമേറ്റെടുത്ത UDF സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോടും ഹിന്ദുത്വ അജണ്ടകളിൽ അധിഷ്ഠിതമായ അവരുടെ നയപരിപാടികളോടും സ്വീകരിക്കുന്ന സമീപനം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് 3 MLAമാർ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ച് രൂപീകരിച്ച PM ശ്രീ പദ്ധതി നടത്തിപ്പ് വരെയുള്ള വിവിധ വിഷയങ്ങളിൽ UDF സർക്കാരും അതിന് നേതൃത്വം നൽകുന്നവരും സ്വീകരിച്ചിരിക്കുന്ന പൊതു സമീപനം NDA സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളോട് സമരസപ്പെട്ടു പോകുന്നുവെന്ന വിരോധാഭാസത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരത്തിന്റെ ഭരണം പിടിച്ചെടുത്തതിന്റെ തൊട്ടു പിന്നാലെ BJPക്ക് കേരളത്തിൽ 3 MLAമാർ ഉണ്ടായത് സ്വാഭാവികമായ ഒരു ജനാധിപത്യ പ്രക്രിയയാണെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വിശകലനത്തിനപ്പുറം അത് ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി UDF നേതൃത്വം ഇതുവരെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതരത്തിന്റെ ആലാപനം മുതൽ PM ശ്രീയിൽ എത്തി നിൽക്കുന്ന പുതിയ ന്യായങ്ങൾ വരെ ഈ സമീപനത്തിന്റെ തുടർച്ചയായാണ് കാണുന്നത്. വന്ദേമാതരത്തിന്റെ പല്ലവി പാടിയോ ചരണം ഒഴിവാക്കിയോ സംഗതി ശരിയായോ എന്നതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഗവർണർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതരം നിർബന്ധമാക്കിയതിന് പിന്നിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ താല്പര്യവും അതിനോട് ദേശീയ കോൺഗ്രസിന്റെ നിലപാടും കേരളം എന്ത് സമീപനം സ്വീകരിക്കണമെന്നതുമാണ് പ്രശ്നത്തിന്റെ കാതൽ. ഇവിടെ പ്രകടമാവേണ്ടിയിരുന്നത് തിരിച്ചറിവാണ്, അല്ലാതെ അറിഞ്ഞില്ലെന്ന മറുപടി ആയിരുന്നു. തീർച്ചയായും ഗവർണർ പദവിയോടുള്ള ഭരണഘടനാപരമായ ബാധ്യതകൾ സർക്കാർ നിർവഹിക്കണം. എന്നാൽ അതിനുമപ്പുറം ഗവർണറുടെ ഓഫീസ് എന്ന അധികാരപ്പഴുതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നിർദ്ദേശിക്കപ്പെടുന്ന കേന്ദ്ര താല്പര്യങ്ങളോട് സമരസപ്പെട്ടു പോകാനാണ് സതീശനും കൂട്ടരും തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി VD സതീശന്റെ അടവ് സമീപനമെന്ന് വ്യാഖ്യാനിക്കാവുന്ന ഈ അയഞ്ഞ സമീപനമാണ് സർവകലാശാലകളിൽ ഗവർണർക്ക് പിടിമുറുക്കാൻ VCമാർക്ക് RSS മേധാവിയുടെ പരിപാടിയിലേക്ക് ആശങ്കകളില്ലാതെ കടന്നു ചെല്ലാനുമുള്ള വാതിൽ തുറന്നത്. MG സർവകലാശാലയിലെ VC നിയമനവും സെനറ്റ് നാമനിർദ്ദേശവും ഗവർണർ സ്വന്തം നിലയ്ക്ക് നിർവഹിച്ചപ്പോൾ രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ ലക്ഷണം പോലും സർക്കാരിൽ നിന്നുണ്ടായില്ല. പകരം കഴിഞ്ഞ സർക്കാരിൽ പഴിചാരി മുഖ്യമന്ത്രി VD സതീശനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണും കൈകഴുകി. ഇപ്പോഴിതാ ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമനങ്ങളിലും ഗവർണർ പിടിമുറുക്കുകയാണ്. സർക്കാർ ശബ്ദം നേർത്തതോടെ VCമാരുടെ സംഘപരിവാർ വിധേയത്വം കൂടുതൽ പ്രകടമായി എന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് വരുമ്പോഴും കേന്ദ്രവുമായി സമരസപ്പെട്ടു പോകാനുള്ള പഴുതന്വേഷിക്കുകയാണ് സർക്കാർ. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്നും ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണെന്നും ദേശീയ കോൺഗ്രസിന്റെ സുവ്യക്തമായ നിലപാടാണ്. പക്ഷെ ആ നിലപാടിലെ രാഷ്ട്രീയ കണിശത സംസ്ഥാനത്തിന്റെ ഭരണത്തിലേറിയ UDFന് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷത്തിരുന്ന് PM ശ്രീക്ക് പിന്നിലെ സംഘപരിവാർ അജണ്ടകൾ തുറന്നുകാട്ടി മൂർച്ചയുള്ള രാഷ്ട്രീയം പറഞ്ഞവർ പലരും
ഇന്ന് മുഖ്യമന്ത്രിമാരും MLA-മാരും ഒക്കെയാണ്. അവർ ഒന്നടങ്കം നിസ്സഹായതയുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞത് പാതിയിൽ വിഴുങ്ങുകയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒഴിവുകഴിവുകൾ തേടുകയും ചെയ്യുന്നത് തികഞ്ഞ രാഷ്ട്രീയ വങ്കത്തരമാണ്. ഭരണവും സർക്കാരും തുടർച്ചയാണെന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ന്യായം. ഭരണം തുടർച്ചയായിരിക്കാം, പക്ഷേ പൊതുതെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധി ഭരണതലത്തിലെ തെറ്റുകളും കുറവുകളും പരിഹരിക്കാനും തിരുത്താനുമുള്ള രാഷ്ട്രീയ ദൗത്യമാണ് പുതിയ സർക്കാരിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കേരളയിലടക്കമുള്ള പല കാര്യങ്ങളിലും ഈ രാഷ്ട്രീയ മാറ്റം കൃത്യമായി പ്രതിഫലിക്കുമ്പോൾ കേന്ദ്രവുമായി നേർക്കുനേരെ വരുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയ മൂർച്ച അപ്രത്യക്ഷമാവുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി. RSS മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് VC-മാർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോൾ ആദ്യം VD സതീശൻ മാപ്പ് പറയട്ടെ എന്ന ഷാർപ്പായ കൗണ്ടർ പറയാൻ BJP നേതാവ് K സുരേന്ദ്രന് വഴിയൊരുങ്ങിയത് എങ്ങനെ എന്നത് വിലയിരുത്തേണ്ടതും പ്രതിരോധിക്കേണ്ടതും UDF ആണ്. പക്ഷെ അതിന് കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ PM ശ്രീ ഞങ്ങൾ ലീഗ് മന്ത്രിയെ കൊണ്ട് തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ വീണ്ടും ഗോളടിച്ചിരിക്കുകയാണ്. UDF ഭരണം അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഏത് രാഷ്ട്രീയത്തിനാണ് വെള്ളവും വളവും തേകുന്നത് എന്ന് അവരുടെ മുന്നണി നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ട ഘട്ടമാണിത്. കേന്ദ്രം അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ അധികാരത്തിൻ്റെ പഴുതുകൾ തേടുമ്പോൾ അത് പ്രതിരോധിക്കാൻ ചുമതലപ്പെട്ടവർ അതേ അജണ്ടകളുടെ പ്രയോക്താക്കളാകാൻ പഴുതുകൾ തേടുകയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധവും ഫെഡറലിസവുമാണ് എല്ലാത്തിനും ന്യായം. രാഷ്ട്രീയമായ ഇത്തരം വിധേയപ്പെടലുകളാണ് യഥാർത്ഥത്തിൽ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത്. വിയോജിപ്പിന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെഡറലിസം എന്നത് ശക്തമായ ഒരു രാഷ്ട്രീയ പ്രയോഗമാണ്. എന്നാൽ വിധേയരാകാൻ ശ്രമിക്കുന്നവർക്ക് അനുയോജ്യമായ ന്യായീകരണവും. വന്ദേമാതരം മുതൽ PM ശ്രീ വരെയുള്ളവയിൽ കണ്ട രാഷ്ട്രീയം ഏതായാലും വിയോജിപ്പിൻ്റെതല്ല, വിധേയപ്പെടലിൻ്റേത് ആവാതിരിക്കട്ടെ. മറുപക്ഷത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.